ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിഗ്നോ മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് റിയൽമി എക്സിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇന്നാണ് റിയൽമി എക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോഴേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാം, റിയൽമി എക്സ് ഇന്നാണ് ലോഞ്ച് ചെയ്തത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരുന്ന ഒരു ലോഞ്ചായിരുന്നു റിയൽമി എക്സിൻ്റെ. പക്ഷേ ലോഞ്ചിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നിരാശാജനകമായ ലോഞ്ചാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് വേരിയൻറ്റ് അതേപടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണ് റിയൽമി ചെയ്തിരിക്കുന്നത്. മാധവ് സേത്ത് മുന്നേ പറഞ്ഞിരുന്നു, റിയൽമി എക്സ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം അവർ ട്വിറ്ററിൽ പറഞ്ഞിരുന്നു, ചൈനീസ് വേരിയൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും റിയൽമി എക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചൈനീസ് വേരിയൻറ്റിൽ ഉപയോഗിച്ച 710 എന്ന പ്രോസസ്സർ മാറ്റി പുതിയൊരു പ്രോസസ്സറുമായിട്ടായിരിക്കും ഇന്ത്യയിൽ റിയൽമി എക്സ് ലോഞ്ച് ചെയ്യുക എന്നാണ്. പക്ഷേ അതാകെ തകിടം മറിഞ്ഞ് അതാകെ ഒഴിവാക്കിക്കൊണ്ട് റിയൽമി എക്സ് ചൈനീസ് വേരിയൻറ്റ് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് വേരിയൻറ്റ് തന്നെയാണ് ലോഞ്ച് ചെയ്തതെങ്കിലും തീരെ ഒരു മോശം ഫോണുമല്ല റിയൽമി എക്സ്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറോട് കൂടി ഒരു മികച്ച ഫോൺ തന്നെയാണ് റിയൽമി എക്സ്. നമുക്ക് റിയൽമി എക്സിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. സ്നാപ്ഡ്രാഗൺ 710 ആണ് റിയൽമി എക്സിൽ റിയൽമി ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമി 3 പ്രോയിലും 710 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് റെഡ്മി 625 ഉപയോഗിച്ച പോലെയാണ് നമുക്ക് റിയൽമി 710 ഉപയോഗിക്കുമ്പോൾ തോന്നുന്നത്. അടുത്തടുത്ത രണ്ട് ഫോണുകളും 710 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 710 ഒരു മോശം ചിപ്പല്ല, നല്ലൊരു ചിപ്പ് തന്നെയാണ്. ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഡ്രീനോ 616 എന്ന മികച്ചൊരു ഗ്രാഫിക് യൂണിറ്റുമായിട്ട് വരുന്നൊരു മികച്ചൊരു ചിപ്പ് തന്നെയാണ് 710. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പ്, ഒരു ഫ്ലാഷ് ലൈറ്റുമാണ് നമുക്ക് ബാക്ക് സൈഡിൽ ലഭിക്കുന്ന റിയൽമി ലോഗോവും. നമുക്ക് 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറും സോണി IMX586 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f1.7 അപ്പറേച്ചർ, 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും നൽകിയിരിക്കുന്നു. മുന്നിൽ നമുക്കൊരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 16 മെഗാ പിക്സൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് USB Type-C പോർട്ട് നൽകിയിട്ടുണ്ട് റിയൽമി എക്സിൽ. വിത്ത് വോക്ക് 3.0 ഫാസ്റ്റ് ചാർജ്, 20 വോൾട്ട് ഫാസ്റ്റ് ചാർജും നമുക്ക് റിയൽമി എക്സിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ 3765 mAh ബാറ്ററിയാണ് നമുക്ക് റിയൽമി എക്സിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽമി എക്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്, 710 പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോടുകൂടിയാണ് നമുക്ക് ഫോൺ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഡ്യൂറബിലിറ്റി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് സ്റ്റോറേജ് വരുന്നത് UFS 2.1 ആണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ സ്പീഡും ഡാറ്റ സ്റ്റോറേജ് സ്പീഡൊക്കെ നമുക്ക് വളരെ ഡാറ്റ ട്രാൻസ്ഫർ സ്റ്റോറേജ് സ്പീഡൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 6.53 ഇഞ്ച് ഫുൾ HD പ്ലസ് ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് പൈ അധിഷ്ഠിതമായ കളറോയിഡ് 6-ലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. 4GB 128GB 8GB 128GB എന്നീ രണ്ട് വേരിയൻറ്റിലാണ് നമുക്ക് ഫോൺ പുറത്തിറങ്ങിയിരിക്കുന്നത്. 4GB 128GBക്ക് 17,000 രൂപയും 8GB 128GBക്ക് 20,000 രൂപയാണ് റിയൽമി ഈടാക്കുന്ന വില. ആ ഒരു വിലയ്ക്ക് ഈ ഫോൺ നമുക്ക് ആവശ്യമുണ്ടോ എന്നൊരു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിലും കുറഞ്ഞ വിലയിൽ മറ്റ് പല കമ്പനികളുടെ ഫോണും മികച്ച സ്പെസിഫിക്കേഷനുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന റെഡ്മി K20യും K20 സീരീസിലെ ഫോണായാലും അതും ഏകദേശം ഇതേ റേഞ്ചിലെ വിലയിലായിരിക്കും പുറത്തിറങ്ങുക. അതിൻ്റെയും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ റിയൽമി എക്സ് എടുക്കാൻ. കാരണം റിയൽമി 3 പ്രോയുടെ അതേ സ്പെസിഫിക്കേഷനിൽ ചെറിയൊരു മാറ്റമാണ് റിയൽമി എക്സിന് വരുത്തിയിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല, പോപ്പപ്പ് സെൽഫി ക്യാമറ ഇല്ല എന്നതൊഴിച്ചാൽ റിയൽമി 3 പ്രോ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ റിയൽമി എക്സിനേക്കാളും ബെറ്റർ. കാരണം 4045 mAh ബാറ്ററിയാണ് റിയൽമി എക്സിന്. 3765 mAh ബാറ്ററിയെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൂടാതെ റിയൽമി എക്സിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് നമുക്കതിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നില്ല. റിയൽമി 3 പ്രോക്കാണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതും കൂടാതെ 14,000 രൂപയ്ക്ക് നമുക്ക് റിയൽമി 3 പ്രോ ലഭിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഫോൺ വിവോയുടെ Z1 Pro ആണ്. സ്നാപ്ഡ്രാഗൺ 710-നേക്കാളും കുറച്ചുകൂടി ബെറ്റർ മികച്ച ചിപ്സെറ്റുമായിട്ട് വരുന്ന Z1 Pro. സ്നാപ്ഡ്രാഗൺ 712 ആണ് Z1 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ
നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ക്യാമറയും ലഭിക്കുന്നു. 32 മെഗാ പിക്സൽ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറയും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 15,000 രൂപയെ നമുക്ക് ഈ ഫോണിന് വിലയും ഇടാവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ റിയൽമി എക്സ് മോശം ഫോണെന്നല്ല പറയുന്നത്. റിയൽമി എക്സിനേക്കാളും നമുക്ക് ബെറ്റർ ചോയ്സ് നൽകുന്ന ഫോൺ എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. റിയൽമിയുടെ തന്നെ റിയൽമി 3 പ്രോയും റിയൽമി എക്സിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ്. റിയൽമി എക്സിനേക്കാളും ബെറ്റർ ചോയ്സ് ചൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഈ 17,000 രൂപ അല്ലെ 20,000 രൂപയ്ക്ക് നമുക്ക് SD കാർഡ് സ്ലോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ഫോൺ ചൂസ് ചെയ്തതിനേക്കാളും നല്ലത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ചോയ്സ്, ബെറ്റർ പ്രോഡക്റ്റ്, ബെറ്റർ ചിപ്സെറ്റ് വരുന്ന ഫോൺ ചൂസ് ചെയ്യുന്നതാണ്. റെഡ്മിയുടെ K സീരീസ് വരാനുണ്ട്, ഓപ്പോയുടെ K3 വരാനുണ്ട്. ഈ 2 ദിവസത്തിനിടയ്ക്ക് തന്നെ 2 ഫോണും ലോഞ്ച് ആവുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുള്ള ഒരു മികച്ച പോപ്പ് സെൽഫി ക്യാമറയുള്ള ഒരു ഫോൺ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക് അതിൻ്റെ വില നിലവാരവും കൂടി അറിഞ്ഞിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. റിയൽമി എക്സിനെ കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായം കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞത്. കുറച്ചുകൂടി വില കുറച്ചിട്ടാണ് കമ്പനി ഫോൺ ഇറക്കിയതെങ്കിൽ മികച്ചൊരു ഫോൺ തന്നെ ആവുമായിരുന്നു. റിയൽമി എക്സ് മികച്ചൊരു കോമ്പറ്റീഷൻ തന്നെ നൽകുമായിരുന്നു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് നൽകിയൊരു മികച്ചൊരു ഫോൺ തന്നെയാണ്. കൂടാതെ SD കാർഡ് സ്ലോട്ടും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അപ്പോൾ നമുക്ക് മറ്റൊരു ഫോണിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.